റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയ യുദ്ധത്തെ തുടർന്ന് ആഗോളവൽക്കരണ യുഗം അവസാനിച്ചുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇന്ന് നിർണായക പ്രസംഗം നടത്തുമെന്ന് റിപ്പോർട്ടുകൾ. 1991 സോവിയറ്റ് യൂണിയന്റെ പതനത്തോടെ ആരംഭിച്ച ആഗോളവൽക്കരണം ദശലക്ഷക്കണക്കിന് വോട്ടർമാരെ നിരാശരാക്കിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കാനൊരുങ്ങുകയാണ് UK പ്രധാനമന്ത്രി. ട്രംപിന്റെ 10% അടിസ്ഥാന താരിഫുകൾ ആഗോള വിപണികളെ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ട്രംപിന്റെ തീവ്രമായ നടപടികളോട് സ്റ്റാർമർ ഭരണകൂടം യോജിക്കുന്നില്ലെങ്കിലും ഒരു പുതിയ യുഗം ആരംഭിച്ചുവെന്ന് സമ്മതിക്കുന്നുവെന്ന് UKയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് മറ്റുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അതിൽ പലരും US പ്രസിഡന്റിന്റെ സമീപനത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട്. ആഗോളവൽക്കരണം ധാരാളം തൊഴിലാളികൾക്ക് ഗുണം ചെയ്യുന്നില്ല. വ്യാപാര യുദ്ധങ്ങൾ പരിഹാരമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. വ്യത്യസ്തമായ ഒരു വഴിയുണ്ട് എന്ന് കാണിക്കാനുള്ള അവസരമാണിത്, സ്റ്റാർമർ പറഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ട്രംപ് വ്യാപാര തടസ്സങ്ങൾ നീക്കാൻ നീങ്ങുമ്പോൾ മത്സരം വർദ്ധിക്കുന്നതോടെ വിതരണ വശങ്ങളിലെ പരിഷ്കാരങ്ങളിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും രാജ്യങ്ങൾ ഉള്ളിലേക്ക് നോക്കുമെന്ന് സ്റ്റാർമർ സമ്മതിച്ചതായി മറ്റു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർമറുടെ വീക്ഷണത്തോട് യോജിച്ചുകൊണ്ട് HSBC മേധാവി സർ മാർക്ക് ടക്കർ സമാനമായ ഒരു വികാരം പ്രതിധ്വനിപ്പിച്ചു. ആഗോളവൽക്കരണം ഇപ്പോൾ അതിന്റെ ഗതി കടന്നുപോയിരിക്കാം എന്ന് പറയുകയും ചെയ്തു. UKയിൽ നിന്നുള്ള കാർഡിയോളജിസ്റ്റ് ജോൺ കൈം എന്ന പേരിൽ ഡോക്ടറായി ജോലി ചെയ്ത് മധ്യപ്രദേശിൽ സ്വകാര്യ ആശുപത്രിയിൽ വ്യാജ ഡോക്ടർ നടത്തിയ ശസ്ത്രക്രിയയിൽ മരിച്ചത് 7 പേർ. മധ്യപ്രദേശിലെ ദാമോ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ UKയിൽ നിന്നുള്ള വ്യാജ ഡോക്ടർ ശസ്ത്രക്രിയ നടത്തിയതിനെ തുടർന്ന് 7 പേർ മരിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. ഞെട്ടിക്കുന്ന സംഭവത്തിൽ UKയിൽ നിന്നുള്ള കാർഡിയോളജിസ്റ്റ് ജോൺ കെയിം എന്ന പേരിൽ ജോലി ചെയ്യുന്ന ആൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അഭിഭാഷകനും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റുമായ ദീപക് തിവാരിയാണ് വ്യാജനെ പുറത്തു കൊണ്ടുവന്നത്. ദീപക് തന്റെ പിതാവിന് ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയെ സമീപിച്ചിരുന്നു. പിതാവിനെ ശസ്ത്രക്രിയയ്ക്കായി പ്രവേശിപ്പിച്ചെങ്കിലും സംശയം തോന്നി കൂടുതൽ അന്വേഷിച്ചതോടെ തട്ടിപ്പ് പുറത്തുവന്നുവെന്ന് ദീപക് തന്നെ പറയുന്നു. ഇയാളുടെ യഥാർത്ഥ പേര് നരേന്ദ്ര വിക്രമാദിത്യ യാദവ് എന്നാണ്. യഥാർത്ഥ ഡോക്ടർ ബ്രിട്ടനിലാണെന്നും തിവാരി പറഞ്ഞു. ഇതോടെ പിതാവിനെ മറ്റു ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് പരാതിയും നൽകുകയായിരുന്നു. വ്യാജ ഡോക്ടർ നടത്തിയ സർജറിയിൽ ജീവനഷ്ടമായവരുടെ എണ്ണം 7 സ്ഥിരീകരിച്ചെങ്കിലും ഇതിലും അധികം ആളുകൾ ഇരയായിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തതിനും പീഡിപ്പിച്ചതിനും ലേബർ പാർട്ടി MP UKയിൽ അറസ്റ്റിൽ. മുൻമന്ത്രിയും ലേബർ പാർട്ടി MPയുമായ ഡാൻ നോറിസിനെയാണ് പീഡനക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലുള്ള വീട് റെയ്ഡ് ചെയ്തായിരുന്നു വെള്ളിയാഴ്ച നോറിസിനെ അറസ്റ്റ് ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബാലപീഡനവും നോറിസിന് മേൽ ചുമത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുക. കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിൽ നോർത്ത് ഈസ്റ്റ് സോമർസെറ്റ് മണ്ഡലത്തിൽ നിന്നും മുൻ മന്ത്രി ജേക്കബ് റീഷ് മോഗിനെ പരാജയപ്പെടുത്തിയാണ് ഡാൻ നോറിസ് ജനപ്രതിനിധി സഭയിലെത്തിയത്. NSPCC പരിശീലനം നേടുകയും അധ്യാപകനായും ശിശുസംരക്ഷണ ഓഫീസിലായും പ്രവർത്തിച്ചിട്ടുള്ള നോറിസിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുന്നതിനാലാണിത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടിക്ക് നേരെ നടത്തിയ ചില ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു പോലീസ് ഫോഴ്സിൽ നിന്നും തങ്ങൾക്ക് 2024 ഡിസംബറിൽ റഫറൽ ലഭിച്ചിരുന്നു എന്നാണ് അവോൺ ആൻഡ് സോമർസെറ്റ് പോലീസ് വക്താവ് പറയുന്നത്. നോറിസ് ചെയ്തു എന്നാരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങളിൽ ഏറെയും 2000-നും 2010-നും ഇടയിലാണ് നടന്നിരിക്കുന്നത്. 2020-ൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു ബലാത്സംഗത്തെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബലാത്സംഗ കേസുകളും ഗുരുതരമായ മറ്റ് ലൈംഗിക അതിക്രമ കേസുകളും അന്വേഷിക്കുന്ന പ്രത്യേക സംഘമായ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റോൺ ടീമംഗങ്ങളാണ് ഈ കേസുകൾ അന്വേഷിക്കുന്നത്. അന്വേഷണം അതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് എന്നും പോലീസ് അറിയിച്ചു. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫുകളെ തുടർന്ന് ആഗോളവൽക്കരണ യുഗം അവസാനിച്ചുവെന്ന് ട്രഷറി ചീഫ് സെക്രട്ടറി ഡാരൻ ജോൺസ് പറഞ്ഞു. US പ്രസിഡന്റിന്റെ നീക്കത്തിൽ നിന്ന് UK സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിന് സർക്കാർ ഇടപെടൽ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്ന് പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമർ സൂചിപ്പിച്ചതിന് പിന്നാലെയാണ് ഇത്. 10% അടിസ്ഥാന ഇറക്കുമതി തീരുവ ബാധിച്ച രാജ്യങ്ങളിൽ UKയും ഉൾപ്പെടുന്നു. താരിഫ് കുറയ്ക്കുന്നതിനുള്ള വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്. ആഗോളവൽക്കരണം അവസാനിച്ചു എന്ന വാദത്തോട് യാഥാസ്ഥിതിക നേതാവ് കെമി ബാഡ്നോക്ക് വിയോജിക്കുകയും മറ്റ് രാജ്യങ്ങളുമായുള്ള മഹത്തായ വ്യാപാര ബന്ധങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്തു. ട്രംപ് ഇറക്കുമതി നികുതികൾ വൻതോതിൽ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ചൈനയും കാനഡയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രതികാര നടപടികൾക്ക് കാരണമാകുമെന്ന് ചില വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുമുണ്ട്. ബ്രിട്ടന്റെ ദേശീയ താൽപര്യം സംരക്ഷിക്കാൻ ആവശ്യമായതെല്ലാം സർക്കാർ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കൂടാതെ നമുക്കറിയാവുന്ന ലോകം പോയി എന്നതിൽ ബിസിനസ്സുകളെ സംരക്ഷിക്കാൻ വ്യാവസായിക നയം ഉപയോഗിക്കാൻ തയ്യാറാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി നാട്ടിലെ വാർത്തകൾ. 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ക്ലാസ് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മിനിമം മാർക്ക് അടിസ്ഥാനത്തിലുള്ള 8ാം ക്ലാസ് പരീക്ഷാ ഫലം ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. 2241 സ്കൂളുകളിൽ നിന്നുള്ള കണക്കുകളാണ് ഇതുവരെ ലഭ്യമായത് എന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വയനാട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ തോൽവിയുള്ളത്. ഏറ്റവും കുറവ് കൊല്ലത്തും.
ഹിന്ദി വിഷയത്തിലാണ് കൂടുതൽ കുട്ടികൾ തോറ്റത്, കുറവ് ഇംഗ്ലീഷിലും. ഓരോ വിഷയത്തിനും 30% മിനിമം മാർക്ക്. മിനിമം മാർക്കിനെ എതിർക്കുന്നവർ കുട്ടികളുടെ സ്ഥിതി മനസ്സിലാക്കണം. ജില്ലാടിസ്ഥാനത്തിൽ മിനിമം മാർക്കുകളുടെ കണക്കുകൾ പരിശോധിക്കും, കണക്കുകൾ ഒത്തുനോക്കും. ഒരു വിഷയത്തിന് മാത്രം കൂടുതൽ കുട്ടികൾ തോൽക്കുന്നത് പരിശോധിക്കും. എഴുത്ത് പരീക്ഷയിൽ യോഗ്യതാ മാർക്ക് നേടാത്ത വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ രക്ഷിതാക്കളെ അറിയിക്കും. പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 8 മുതൽ 24 വരെ പ്രത്യേക ക്ലാസുകൾ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. CPM-ൽ തലമുറ മാറ്റം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെ 75 വയസ്സ് പിന്നിട്ട നേതാക്കൾ ഒന്നടങ്കം CPM പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവായി. 80 വയസ്സ് തികയുന്ന പിണറായി വിജയന് മാത്രമാണ് ഇളവ് നൽകിയത്. മുൻ ജനറൽ സെക്രട്ടറിയും നിലവിലെ PB കോർഡിനേറ്ററുമായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുഭാഷ്നി അലി, മണിക് സർക്കാർ, സൂര്യകാന്ത് മിശ്ര, ജി രാമകൃഷ്ണൻ എന്നിവരെയാണ് പ്രായപരിധി മാനദണ്ഡപ്രകാരം PB-യിൽ നിന്ന് ഒഴിവാക്കിയത്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കിസാൻ സഭ ജനറൽ സെക്രട്ടറിയും മലയാളിയുമായ വിജു കൃഷ്ണനും അരുൺകുമാറും അടക്കം 8 പുതുമുഖങ്ങൾ പുതുതായി PB-യിലെത്തി. അരുൺകുമാർ ആന്ധ്രയിൽ നിന്നുള്ള നേതാവാണ്. വനിതാ പ്രതിനിധികളായ സുഭാഷ്നി അലിയും ബൃന്ദാക്കാരട്ടും പുറത്തുപോകുന്ന പശ്ചാത്തലത്തിൽ യു വാസുകിയും മാറിയം ദാവ്ലെയും പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തി. തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗവും ട്രേഡ് യൂണിയൻ നേതാവുമാണ് യു വാസുകി. മഹാരാഷ്ട്രയിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായ മറിയം മഹിളാ അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറിയുമാണ്. കെ ബാലകൃഷ്ണൻ, അമ്രാറാം, ജിതേന്ദ്ര ചൌധരി, ശ്രീദീപ് ഭട്ടാചാര്യ മറ്റ് പുതിയ PB അംഗങ്ങൾ. സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സും തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും തമ്മിലുള്ള ചർച്ച ഇന്ന് വൈകുന്നേരം 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് ചർച്ച നടക്കുക. ഫോണിലൂടെ വിളിച്ചാണ് സമര നേതാക്കൾ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് സമയമെടുത്തത്. കൂടിക്കാഴ്ച അനുവദിക്കണമെന്ന സമര നേതാക്കളുടെ ആവശ്യമാണ് അംഗീകരിക്കപ്പെട്ടത്. കഴിഞ്ഞ 19-ന് ലേബർ കമ്മീഷണർക്ക് സമരസമിതി കത്ത് നൽകിയിരുന്നു. പിന്നീട് മന്ത്രി വി ശിവൻകുട്ടിക്ക് മെയിൽ അയച്ചിരുന്നതായും സമര നേതാവ് വി കെ സദാനന്ദൻ പറഞ്ഞിരുന്നു. തനിക്കിതുവരെയും സമരക്കാർ ഒരു അപേക്ഷയും നൽകിയിട്ടില്ല എന്നായിരുന്നു മന്ത്രിയുടെ വാദം. ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരം ഇന്ന് 57-ാം ദിവസത്തിലേക്ക് കടന്നു. നിരാഹാര സമരം 19-ാം ദിവസത്തിലേക്കും എത്തി. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി 3 തവണ സമരക്കാർ നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി ആദ്യമായാണ് ചർച്ച നടക്കുന്നത്. ട്രേഡ് യൂണിയനുകൾക്കെതിരെ ആശാ സമരസമിതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. മന്ത്രിയുമായി നടത്തിയ 3-ാം വട്ട ചർച്ചയിൽ ട്രേഡ് യൂണിയനുകൾ വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചുവെന്നാണ് ആശാ സമരസമിതി നേതാവ് മിനിയുടെ വിമർശനം. ഇനി സ്പോർട്സ് വാർത്തകൾ. മെസ്സി ഗോൾ അടിച്ചുവെങ്കിലും ഇന്റർ മയാമിക്ക് സമനില. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ടൊറന്റോയെ നേരിട്ട ഇന്റർ മയാമി 1-1 എന്ന സമനിലയിലാണ് വഴങ്ങിയത്. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ലയണൽ മെസ്സി ഒരു ഹാഫ് വോളിയിലൂടെയാണ് തന്റെ ഗോൾ കണ്ടെത്തിയത്. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ബെർണഡ് സ്റ്റീയിലൂടെ ആണ് ടൊറന്റോ ഗോൾ നേടിയത്. ഈ ഗോൾ പിറന്ന 3 മിനിറ്റുകൾക്കകമായിരുന്നു മെസ്സിയുടെ ഗോൾ. 6 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റുമായി ഇന്റർ മയാമി ഇപ്പോൾ 2-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. 3 പോയിന്റ് മാത്രമുള്ള ടൊറന്റോ 14-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. സെമി ഫൈനലിൽ FC ഗോവയ്ക്കെതിരായ 3-2 അഗ്രിഗേറ്റ് വിജയത്തിന് ശേഷം ബംഗളൂരു FC ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫൈനലിൽ സ്ഥാനമുറപ്പിച്ചു. ഞായറാഴ്ച ഫറ്റോഡയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന 2-ാം പാദത്തിൽ 2-1 പരാജയപ്പെട്ടെങ്കിലും ഈ ആഴ്ചയുടെ തുടക്കത്തിൽ നടന്ന ആദ്യ പാദത്തിൽ ബംഗളൂരുവിന് 2-0 ലഭിച്ച വിജയം അവർക്ക് വിജയം ഉറപ്പാക്കി. ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുടെ അവസാന നിമിഷ ഗോളോടെ മത്സരം നാടകീയമായി അവസാനിച്ചു. ഇത് അവരെ 4-ാം ISL ഫൈനലിലേക്ക് നയിക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏവരും കാത്തുനിന്ന മാഞ്ചസ്റ്റർ ഡെർബി ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. 2 ടീമുകൾക്കും കഴിഞ്ഞ ദിവസം അവരുടെ മികവിലേക്ക് എത്താൻ ആയില്ല. 110.63 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.